നമസ്തേ. ഇന്നിവിടെ നാം പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത് ശ്രീനാരായണ ഗുരുവും ഹിന്ദുമതവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളതാണ്. ഹിന്ദുമതത്തെ ശ്രീനാരായണ ഗുരു തള്ളിക്കളഞ്ഞെന്നും ഹിന്ദുമതത്തിൽ നിന്ന് വിഭിന്നമായി ഒരു മതേതര ആത്മീയത അദ്ദേഹം അവതരിപ്പിച്ചു എന്നുമാണ് ഇവിടുത്തെ പുരോഗമനവാദക്കാരും നവോത്ഥാനവാദക്കാരുമായിട്ടുള്ള കാപട്യക്കാർ പ്രചരിപ്പിക്കുന്നത്. അതിന് അവരെയൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെ ചില വാക്കുകൾ എടുത്തുദ്ധരിക്കുന്നുമുണ്ട്. എന്നാൽ ഒരു വാക്യം ഉദ്ധരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം പൂർണ്ണതോതിൽ മനസ്സിലാക്കത്തക്ക വണ്ണം അതിന് അനുബന്ധമായി വരുന്ന വാക്യങ്ങൾ കൂടി പറയണ്ടേ? അത് ഈ കപടത കൊണ്ട് അവരത് ചെയ്യത്തില്ല. അവരുടെ ആശയം അത് ശ്രീനാരായണ ഗുരു ഹിന്ദുമതത്തിനെതിരായിരുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം മുറിച്ചെടുത്ത് അതാണ് ജനമധ്യത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരു സ്വാർത്ഥ ലക്ഷ്യത്തിന്, ഗൂഢലക്ഷ്യത്തിന് വേണ്ടിയുള്ള പരിശ്രമമാണെന്നുള്ളത് നമ്മൾ സത്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും. ഉദാഹരണത്തിന്, ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള ഒരു സംഭാഷണത്തിൽ ഗാന്ധിജി ചോദിക്കുന്നു, ആധ്യാത്മികമായ മോക്ഷലാഭത്തിന് ഹിന്ദുമതം മതിയാകുമെന്ന് സ്വാമിജി വിചാരിക്കുന്നുണ്ടോ? ഇതാണ് ഗാന്ധിജി ചോദിക്കുന്ന ചോദ്യം. അതിന് ഗുരു പറയുന്ന മറുപടി, അന്യമതങ്ങളിലും മോക്ഷമാർഗമുണ്ടല്ലോ. ഈ ഒറ്റ വാക്യമേ എടുത്തിട്ടാണ് ഈ കാപട്യക്കാരുടെ കസർത്ത്. ഇനി തുടർന്ന് അടുത്ത വാക്യം, ആധ്യാത്മികമായ മോക്ഷലാഭത്തിന് ഹിന്ദുമതം ധാരാളം പര്യാപ്തം തന്നെ. അത് അടുത്ത വാക്യമാണ്. അടുത്ത വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിനെ ഹിന്ദുമതത്തിന് എതിരാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അടുത്ത വാക്യം ഒഴിവാക്കി. അതുപോലെ തന്നെ മറ്റൊരു സംഭാഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CV കുഞ്ഞിരാമനുമായിട്ട് ശ്രീനാരായണ ഗുരു നടത്തിയ ഒരു സംഭാഷണമാണ്. അതിൽ നിന്ന് ചില വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ കാപട്യക്കാരുടെ ദുഷിപ്പ് നടക്കുന്നത്. അതിൽ CV കുഞ്ഞിരാമൻ ഈ ഹിന്ദുമതവും മറ്റു മതങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും ഹിന്ദുമതത്തിൽ ഉള്ളൊരു വിമർശനാത്മകമായിട്ടുള്ളൊരു കാര്യം അവതരിപ്പിച്ചുകൊണ്ടും CV കുഞ്ഞിരാമൻ ഗുരുവുമായിട്ട് സംസാരിക്കുകയാണ്. സംസാരമധ്യേ അദ്ദേഹം CV കുഞ്ഞിരാമൻ ചോദിക്കുന്നു, ഹിന്ദുമതത്തിൽ തന്നെ ഇരിക്കണമെന്ന് പറയുന്നവർ ഇപ്പോഴത്തെ ഹിന്ദുമതം നല്ലല്ലെന്നും പറയുന്നുണ്ട്. ഒരു പരാമർശം എന്നുള്ള നില അത് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഗുരു പറയുന്നു, അപ്പോൾ അവർ ഹിന്ദുക്കൾക്ക് മാത്രമല്ല ഹിന്ദുമതത്തിന് കൂടി പരിവർത്തനം വേണമെന്ന് പറയുകയാണ്. ഹിന്ദുമതം എന്നൊരു മതമില്ലല്ലോ. ഹിന്ദുമതത്തിന് പരിവർത്തനം വേണമെന്ന് പറയുമ്പോൾ ഹിന്ദുമതം എന്നൊരു മതമില്ലല്ലോ എന്നാണ് അദ്ദേഹം മറുപടിയായിട്ട് ആമുഖമായിട്ട് പറയുന്നത്. ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലെന്ന് പറയുന്നത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഹിന്ദുമതം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഹിന്ദുമതം നമ്മൾ ഇന്ന് അറിയുന്ന മതം പൗരാണിക ഋഷിമാരുടെ ആത്മീയ തത്വചിന്തയിൽ അധിഷ്ഠിതമായ ആത്മീയ പ്രസ്ഥാനമാണ്. ഹിന്ദുമതം എന്ന പേരിൽ നാം ഇന്ന് അറിയുന്നത് സനാതന ധർമ്മം എന്ന് സനാതനധർമ്മമാണ്. അത് ഗുരു തന്നെ ചില സന്ദർഭങ്ങളിൽ ആ സനാതനധർമ്മം നിർവചിച്ചിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. അത് പിന്നീട് ഇപ്പം ഗുരു പറയുന്നത് ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഹിന്ദുസ്ഥാന നിവാസികളെ വിദേശത്തു നിന്ന് വന്നവർ ഹിന്ദു എന്ന് വിളിച്ചു. ഹിന്ദുസ്ഥാന നിവാസികളുടെ മതമാണ് ഹിന്ദുമതം. അതായത് ഇപ്പോൾ ഹിന്ദുമതം എന്നറിയപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ കാലത്ത് ഹിന്ദുമതം എന്നറിയപ്പെടുന്നത് വിദേശത്തു നിന്ന് വന്ന മതങ്ങൾ ഒഴിച്ച്, അതായത് ക്രിസ്തു മതം, മുഹമ്മദ് മതം എന്നിവ ഒഴിച്ച് ഹിന്ദുസ്ഥാനത്തിൽ തന്നെ ഉത്ഭവിച്ചിട്ടുള്ള മതങ്ങൾക്ക് പറയുന്ന പൊതുപേരാണ്. ഇതാണ് അദ്ദേഹം ഹിന്ദുമതത്തിന് നൽകുന്ന ഒരു വിശദീകരണം. അതിനനുസരിച്ചാണ് അദ്ദേഹം ഈ സംസാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ എങ്ങും ഹിന്ദുമതം മോശമാണെന്നോ ഹിന്ദുമതത്തെ തള്ളിക്കളയേണ്ടതാണെന്നോ നിങ്ങളാരും ഹിന്ദുമതത്തിൽ വിശ്വസിക്കരുതെന്നോ ഒന്നും പറയുന്നില്ല. ഈ മതപരിവർത്തനത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോഴാണ് ഇതെല്ലാം പറയുന്നത്. ഹിന്ദുമതത്തിൽ നിന്ന് എല്ലാവരും മതം മാറി മറ്റു മതങ്ങളിൽ പോകണമെന്ന് അദ്ദേഹം ഒരു സൂചന പോലും ഒരിടത്തും നൽകിയിട്ടില്ല. അദ്ദേഹം രചിച്ച സ്തോത്രങ്ങളെല്ലാം ഹിന്ദുക്കൾ ദൈവങ്ങളായിട്ട് ആരാധിക്കുന്നവരുടെയാണ്. അതായത് ശിവൻ,
വിനായകൻ, അതുപോലെ തന്നെ ഇത് കൃഷ്ണനല്ല, മറ്റേ കാർത്തികേയൻ, അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ആളുകളെ സ്തുതിച്ചുകൊണ്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാല സ്തോത്ര കൃതികളെല്ലാം. ഇനി അത് പോട്ടെ, പിന്നീട് വരുന്ന കൃതികളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇനി അദ്ദേഹം ഈ ആദ്യകാലത്ത് SNDP പ്രചാരകരുണ്ടായിരുന്നു, SNDP പ്രചാരകരുണ്ട്. അദ്ദേഹം SNDPയുടെ തത്വങ്ങൾ ജനങ്ങൾക്കിടയിൽ പോയി പ്രചരിപ്പിക്കാനും ആളുകളെ ഇതിൽ SNDPയിൽ ചേർക്കാനും മറ്റുമായിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതിന് അവരെ നിയോഗിച്ചിരിക്കണം. അപ്പോൾ അവരെന്ത് ചെന്ന് ജനങ്ങളോട് സംസാരിക്കണം, എന്ത് ചെന്ന് അവരെ പഠിപ്പിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഗുരു നിർദ്ദേശം നൽകുന്ന ഒരു നിർദ്ദേശം ഈ PK ബാലകൃഷ്ണൻ്റെ പുസ്തകത്തിൽ എടുത്തു ചേർത്തിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്. അത് ഈ 3-4 കാര്യങ്ങളാണ് ഉപദേശിക്കേണ്ടത്: മതം, സദാചാരം, വിദ്യാഭ്യാസം, വ്യവസായം. ഈ കാര്യങ്ങളിലാണ് ഗുരുവിൻ്റെ അനുഭാവികളെ ഉദ്ബോധിപ്പിക്കേണ്ടത്, ഈ പ്രചാരകർ ഉദ്ബോധിപ്പിക്കേണ്ട ഈ കാര്യത്തിന്. ഇനി മതത്തിൻ്റെ കാര്യത്തിൽ എന്ത് വേണമെന്നുള്ളതാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്. ഈ ദുർദേവത ആരാധനയൊന്നും വേണ്ട, ഹിംസ ഉള്ള ആരാധനക്രമങ്ങളൊന്നും വേണ്ട, അമ്പലം ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് വെച്ചു കൊടുക്കണം. പിന്നെ ശുദ്ധ ഹിന്ദുമതത്തിൻ്റെ സഗുണ നിർഗുണ തത്വങ്ങളെപ്പറ്റി പ്രസംഗിക്കണം. ശുദ്ധ ഹിന്ദുമതത്തിൻ്റെ, ഇതാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള വാക്ക്. അപ്പോൾ ഹിന്ദുമതം മോശമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ടോ? ഒരിടത്തുമില്ല. ഹിന്ദുമതം വേണം, അതിനകത്തുള്ള അഴുക്കുകൾ നീക്കിക്കളയണം, എന്നിട്ട് ശുദ്ധമായ ഹിന്ദുമതം പ്രചരിപ്പിക്കണം. ഇതാണ് അദ്ദേഹം നൽകുന്ന നിർദ്ദേശം. ഇതിനെ കാണാതെയാണ് ഈ കാപട്യക്കാർ ഓരോന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്. ഇവരെല്ലാം കുതന്ത്രശാലികളാണ്. സത്യം കാണാൻ ഇവർക്ക് യാതൊരു താല്പര്യവുമില്ല. അവരുടെ ഇടുങ്ങിയ രാഷ്ട്രീയ ചിന്താഗതികൾ മുന്നോട്ട് വെക്കുന്നതിനുള്ള പരിശ്രമങ്ങളാണ് അവർ സദാ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് ഈ വളച്ചൊടിച്ചതും പകുതി വിഴുങ്ങിയതുമായിട്ടുള്ള കാര്യങ്ങൾ പ്രസംഗിച്ച് ശ്രീനാരായണ ഗുരുവിനെ മോശമായി ചിത്രീകരിച്ച് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരു ഹിന്ദുമതത്തെ കളഞ്ഞിട്ട് ഒരു മതാതീത ആത്മീയത പ്രചരിപ്പിച്ചോ? ഇല്ല. അദ്ദേഹം പറഞ്ഞതെല്ലാം ഹിന്ദുമത തത്വങ്ങൾ തന്നെയാണ്. ഉപനിഷത്തുകളിലും ദശോപനിഷത്തുകളിലും ഗീതയിലുമൊക്കെയുള്ള ആത്മീയ തത്വങ്ങൾ തന്നെയാണ് ശ്രീനാരായണ ഗുരു പ്രചരിപ്പിച്ചതും എഴുതിയതുമെല്ലാം. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാഗീതമായ ദൈവദശകം തൊട്ട് ആത്മോപദേശതകം വരെയുള്ള പ്രത്യേകിച്ച് ഈ 2 കൃതികളിൽ നമ്മൾ പഠിച്ചാൽ നമുക്ക് ആ കാര്യം ബോധ്യമാകും. ദശോപനിഷത്തുകളിൽ പറയുന്ന തത്വങ്ങളും ഗീതയിൽ പറയുന്ന തത്വങ്ങളുമാണ് ഇതിൽ പുനരാവിഷ്കരിച്ചിട്ടുള്ളത്. വേറൊരു ഭാഷയിൽ, വേറൊരു രീതിയിൽ, അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ. അത് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാകുന്നതാണ്. ഇവരൊന്നും പറയുന്നത് പോലെ അല്ല സത്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഗുരു പ്രചരിപ്പിച്ചത് ഹിന്ദുമത തത്വങ്ങളാണ്. അത് മതാതീത ആത്മീയതയാണെങ്കിൽ മതാതീത ആത്മീയത പ്രചരിപ്പിക്കുന്ന ഏകമതം ഹിന്ദുമതമാണ്. ആ സത്യം നമ്മൾ കാണണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്തൊരു വീഡിയോയിൽ ഈ ദൈവദശകത്തെക്കുറിച്ചും അതിനടുത്ത ഒരു വീഡിയോയിൽ, അല്ലെങ്കിൽ ദൈവദശകത്തെക്കുറിച്ച് പറയുന്നതിനകത്ത് തന്നെ ആത്മോപദേശതകത്തെക്കുറിച്ചും ഞാൻ സൂചിപ്പിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.